എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ നിലവിട്ട് നിൽക്കുക. നന്ദ, ദേവി എന്നെ ഉപേക്ഷിച്ചു പോവോ? അച്ഛനും എന്നെ തള്ളിക്കളയുമായിരിക്കോ? ഋഷി ഒരു പേടി സ്വപ്നം പോലെ എന്റെ കൂടെയുണ്ട്. ഇപ്പതാ ഇങ്ങനെ. സത്യബല്ല, ബെല്ലയ്ക്കറിയാലോ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്യില്ലെന്ന്. എന്റെ നന്ദ, നന്ദൻ എന്തിനാ എന്നോടിങ്ങനെ സത്യം ചെയ്ത് പറയുന്നേ? നന്ദന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയതുപോലെ ദേവിക പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. നന്ദന് സ്നേഹിക്കാനേ അറിയൂ. സ്നേഹം അനുഭവിച്ച ചിലര് കാര്യം കഴിയുമ്പോ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി സ്ഥലം വിടും. ഞാൻ ഇസബല്ലയാ, നന്ദന്റെ ബെല്ല. നന്ദന് വേണ്ടി ജീവിക്കുന്ന ബെല്ല. എനിക്കറിയാമൊക്കെ. ഞാൻ ആശുപത്രിയിലേക്കൊന്ന് പോയാലെന്ന് ആലോചിക്കുക. ആശുപത്രി പോയാ ദേവികയെ കാണേണ്ടി വരും. അവര് തമ്മിൽ കോംപ്രമൈസ് ആവും. അതിനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ബെല്ല, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. എന്ത് വിട്ടിത്വ നന്ദ ഈ പറയുന്നേ? നന്ദ, നന്ദനെതിരെ നീങ്ങാൻ എന്ത് വഴിയുണ്ടെന്ന് ആലോചിച്ച് നടക്കുക ദേവിക. ആ സാഹചര്യത്തില് അങ്ങോട്ട് ചെന്ന് തലവെച്ച് കൊടുക്കണോ? ബെല്ല, ഋഷിയുടെ മരണം മറച്ചു വെച്ചതാ ഇത്രയും കുഴപ്പങ്ങൾ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങ് തുറന്നു പറയുന്നല്ലേ നല്ലത്. ബെസ്റ്റ്. നന്ദ, നന്ദനോട് സ്നേഹമുള്ളതുകൊണ്ട് ഒരു കാര്യം തുറന്നു പറയാം. അവള് കൂടെ നിൽക്കുവോ? ഉദാഹരണമായിട്ട് എനിക്ക് നന്ദനെ അറിയാം, പക്ഷെ അവളോ? നന്ദ വേണ്ട, ഞാൻ പറയുന്നതനുസരിക്ക്. നന്ദൻ സമാധാനമായിട്ട് വീട്ടിലിരിക്കെ. നന്ദൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അങ്ങനെ ചിന്തിക്ക്. നന്ദ, വെറുതെ ടെൻഷൻ അടിക്കല്ലേ. പിന്നെ നീ ആശുപത്രിയിൽ പോവുകയും വേണ്ട. ഞാൻ പറയുന്നതനുസരിക്ക് പ്ലീസ്. ശരി. ആ, അങ്ങനെ നല്ല കുട്ടിയാവ്. നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം.